ഈ ഭാരതത്തിനെതിരെ നടപ്പാക്കിയ 50% താരിഫ് അത് അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ യു.എസ്. ധനകാര്യ മന്ത്രാലയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അധിക താരിഫിൽ ചർച്ച ഉണ്ടാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ യു.എസ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്നലെ സൂചനയും നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമുണ്ട്. ഒപ്പം ഈ ഘട്ടത്തിൽ ട്രംപിനെതിരെ ഡെമോക്രാറ്റുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ടല്ലേ? തീർച്ചയായും സുരേഷ്, അതായത് അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനെ, അതായത് ഭാരതത്തിനെതിരെ ചുമത്തിയ 50%, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ തീരുവയാണ് ഇപ്പോൾ ഭാരതത്തിനെ ചുമത്തിയിരിക്കുന്നത് അമേരിക്ക. ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അമേരിക്കയിലെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ ധനകാര്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ചില കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നത്. നിലവിൽ ഉടനെ തന്നെ അത് സാമ്പത്തിക രംഗത്ത് ഫ്ലക്ച്വേഷൻസ്, അതായത് വലിയ ഉയർച്ച താഴ്ചകളൊന്നും കാണിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നതെങ്കിലും ലോങ് റണ്ണിൽ, അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അത് വലിയ റിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിന്നും വൻതോതിൽ കൺസ്യൂമബിൾ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, അത്തരത്തിലുള്ള പല ചരക്കുകളും ഭാരതത്തിൽ നിന്ന് വൻതോതിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വലിയ തോതിൽ മന്ദീഭവിക്കുന്നൊരു സാഹചര്യം. അതായത് അമേരിക്കയിൽ ഇന്ന് ലഭ്യമാകുന്ന വിലയേക്കാൾ വളരെ കൃത്യമായ ഒരു കോസ്റ്റിംഗ് കണക്കെടുത്താൽ പോലും, വളരെ ലളിതമായ കണക്കെടുത്താൽ പോലും ഇപ്പോൾ അവിടെ ലഭ്യമാകുന്ന വസ്ത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാകട്ടെ, ആ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ 50% താരിഫ് വരുന്നതോടുകൂടി ആ 50% വർധന, ആ 50% താരിഫിൻ്റെ വർധന വിലയിൽ വലിയൊരു ഘടകമായി മാറും. 20 മുതൽ 30% വരെ വില വർധന ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെ ഈ താരിഫുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ ഇൻഫ്ലേഷനിലേക്ക് നീങ്ങുകയും അല്ലെങ്കിൽ സാധനങ്ങളുടെ ലഭ്യതയില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യും. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു കൃത്യത പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത്. ദീർഘകാലങ്ങളിൽ 2-3 വർഷങ്ങൾക്കുള്ളിൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നമുക്കറിയാവുന്നതാണ് ഇന്നലെ സ്കോട്ട് ബെസന്റിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രഖ്യാപനങ്ങളുണ്ടായത്, പ്രസ്താവനകളുണ്ടായത്. അദ്ദേഹം വളരെ കൃത്യമായൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതം തുടർ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, മികച്ച ബന്ധമാണുള്ളത് എന്ന ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമൻറ്റ് നടത്തുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അത് വിഷയത്തിൽ ചർച്ച ചെയ്യാനോ തയ്യാറായില്ല പ്രധാനമന്ത്രി. മാത്രമല്ല മറ്റു രാജ്യങ്ങൾ, അതായത് പല രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെ ഭാരതത്തെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറ്റാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒഴിവാക്കുന്നത്, അതായത് താരിഫ് ചുമത്തി ഭാരതത്തെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തുന്നത് പ്രതികൂലമായി ബാധിക്കുക അമേരിക്കയെ തന്നെയാണ് എന്ന തിരിച്ചറിവ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ കൂടി ഭാഗമായാണ് അല്പസമയം മുമ്പ് വന്ന വാർത്തകളിൽ ഡെമോക്രാറ്റുകൾ അതിശക്തമായ എതിർപ്പ് അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡെമോക്രാറ്റുകൾ ട്രംപിൻ്റെ ഈ താരിഫ് ചുമത്തിയ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായി അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അമേരിക്കയിൽ ട്രംപിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ട്രംപിനെതിരെ ഭാരതത്തിന് ചുമത്തിയ താരിഫുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തന്നെയാണ് ഭാരതത്തിനെതിരെ താരിഫ് ചുമത്തിയ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ട്രംപിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒപ്പം സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി, പ്രത്യാഘാതം ഇത് വരുത്തിവെക്കുമെന്ന് തന്നെയാണ് ധനകാര്യ മന്ത്രാലയവും ഇതിനകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.